ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നല്ലവനാണ് എന്ന് വചനം രേഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ഈ നന്മയെ രുചിച്ചറിയാനും അനുഭവിച്ചറിയാനും സ്വന്തം ജീവിതത്തിൽ അത് അറിയുന്നതിന് നാം പരാജയപ്പെട്ടു എങ്കിൽ ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സ്വന്തം മക്കൾക്ക് നല്ലതു മാത്രം ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെ പോലെയാണ് യേശു നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും. മക്കളുടെ കണ്ണുകൾ നിറയുന്നത് സ്നേഹവാനായ ഒരു പിതാവിന് കണ്ടു നിൽക്കാൻ സാധിക്കാത്തതുപോലെ നമ്മുടെ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ അവിടുത്തെ മക്കളായ നമ്മുടെ ഓരോ വേദനയും ഏറ്റെടുത്ത് നമുക്ക് സന്തോഷം നൽകുന്നു. അവിടുന്ന് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ശാശ്വതമായ പരിഹാരം ഉണ്ട്. ഈ രാത്രി നമ്മുടെ കുറവുകളെ, നമ്മുടെ ഇല്ലായ്മയെ നമുക്ക് അംഗീകരിക്കാം. അത് നമുക്ക് ഏറ്റുപറയാം. കർത്താവ് അതേറ്റെടുത്ത് നമ്മെ തൻ്റെ നിറവുകളാൽ നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിനു വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നതിനു വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏതവസ്ഥയിലാണ്, ലോകത്തിൻ്റെ ഏത് ദിക്കിലാണ് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി തക്ക സമയത്ത് ഇടപെട്ടിരിക്കും. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായത്തിനായി വിളിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അംഗീകരിക്കുവാനും അത് കർത്താവിനോട് ഏറ്റുപറയാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നല്ലവനാണ്. എല്ലാത്തിനും അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുക. നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് സ്വീകരിക്കുമ്പോൾ, നാം തന്നെ അത് സ്വീകരിച്ച് അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ താമസം വരികയില്ല. ഈ രാത്രിയിൽ കർത്താവ് ചെയ്തു തന്ന നന്മകളെ ഓർത്ത്, ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് സുഖമായി ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാം. നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും പേരുപേരായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് കേൾക്കാം. നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 100 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഏറ്റവും സ്നേഹവാനായ നല്ലവനായ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ നന്മയെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ പാപികളായ ഞങ്ങൾ, നിൻ്റെ മക്കളായ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, ഞങ്ങളുടെ ഇല്ലായ്മകളെ, ഞങ്ങളുടെ കുറവുകളെ അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ നന്മകളെ അംഗീകരിക്കാൻ സാധിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ ഇല്ലായ്മയെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കാത്തതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ ഇനിയും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു,
സ്നേഹവാനായ പിതാവേ, മക്കളായ ഞങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നീ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ, കുറ്റങ്ങളെ, ഞങ്ങളുടെ പരാജയങ്ങളെ, ഞങ്ങൾക്ക് ഇല്ലാത്തതായ എല്ലാത്തിനെയും, ഇപ്പോൾ ഞങ്ങൾ ഇല്ല എന്നോർത്ത് വിഷമിക്കുന്ന എല്ലാത്തിനെയും ഓർത്ത് ആ അവസ്ഥയെ അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ. ഞങ്ങൾ ആ അവസ്ഥയെ അംഗീകരിക്കുമ്പോൾ അത് നിന്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ ഞങ്ങൾക്ക് ശക്തി ലഭിക്കും. മാത്രമല്ല, ആ ഏറ്റുപറച്ചിലിൽ കൂടി നിന്റെ നിറവിൽ നിന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾക്കിപ്പോൾ വിശ്വാസമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകളെ, ഞങ്ങളുടെ ഈ അനുഭവങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ദൈവമേ, ഇന്നുവരെ ഞങ്ങൾ അംഗീകരിക്കാത്ത ഞങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ, ഞങ്ങളിലുള്ള ചില കുറവുകളെ, ഞങ്ങളിലുള്ള കുറച്ച് ബലഹീനതകളെ, ഞങ്ങളിലുള്ള ആത്മവിശ്വാസക്കുറവ് എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു, അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീന അവസ്ഥയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഏറ്റുപറയുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഈ രാത്രിയിൽ നീ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, അവിടുന്ന് ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ നയിക്കുന്ന ദൈവവും ഞങ്ങൾ നയിക്കപ്പെടുന്ന അജഗണമായ മക്കളുമാണ്. ഞങ്ങൾ അങ്ങയുടെ ജനമാണ്, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഈ രാത്രിയിൽ അങ്ങയുടെ നന്മയെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ഇന്നുവരെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന സകലതിനെയും ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഇന്നുവരെയുള്ള ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കുടുംബത്തെ ഓർത്ത്, ആയുസ്സും ആരോഗ്യത്തെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും നൽകാത്തതുമായ എല്ലാത്തിനെയും ഓർത്ത് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾക്ക്, മക്കളായ ഞങ്ങൾക്ക് നന്മ വരുത്തുന്നതെല്ലാം നീ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇനിയും കൂടുതൽ നന്മ വരുത്തുന്നതിനെ സ്വീകരിക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കുന്നുണ്ട്. കർത്താവേ, നിൻ്റെ ഈ അത്ഭുത പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനകളെ, പ്രയാസങ്ങളെ, ഞങ്ങളുടെ ഇല്ലായ്മകളെ ഞങ്ങൾ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. അങ്ങയുടെ നിറവിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, യുവതി യുവാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വയോവൃദ്ധരെ എല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവേ, നിൻ്റെ അനുഗ്രഹം ഒന്നു മാത്രം മതി ഞങ്ങളുടെ ജീവിതം ശുഭകരമാകാൻ. അതിനാൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തക്ക സമയത്ത് ഞങ്ങൾക്ക് നന്മ വരുത്താൻ നീ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ നിമിഷവും നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു. നീ നിൻ്റെ നിറവുകളിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൂരത്തും വിദേശത്തും ആയിരിക്കുന്നവർക്ക്, അടുത്തായിരിക്കുന്നവർക്ക് എല്ലാം ഈ വചനത്തിൻ്റെ ശക്തിയാൽ നീ സൗഖ്യവും സംരക്ഷണവും നൽകണമേ. ഈ പ്രാർത്ഥനയിലൂടെ അനേകരുടെ കണ്ണുനീരൊപ്പി, അനേകർക്ക് ആന്തരിക സൗഖ്യം നൽകി, നല്ല ഒരു ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നാളത്തെ പ്രഭാതത്തിൽ നിൻ്റെ കാരുണ്യവും മഹത്വവും ദർശിച്ചുണരുവാൻ ഞങ്ങൾക്ക് കൃപ തരികയും ചെയ്യണമേ. ഈ രാത്രിയിൽ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവമേ, നിന്നോടൊപ്പം നല്ല ഒരു ഉറക്കം ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും മാറ്റി സുഖമായ ഉറക്കം നൽകി നിങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം നല്ലൊരു പ്രഭാതം കാണാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ഉണർത്തട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.